എൻ്റെ മണിപ്പീച്ച് മലയാളം യൂട്യൂബ് ചാനൽ നിങ്ങളൊക്കെ കാണുന്നതിൽ എനിക്ക് വളരെ സന്തോഷം. ഇന്ന് ശനിയാഴ്ച ഇത് ചോദ്യത്തിന് ഉത്തരം നോക്കാം. ഇന്ന് വിഷ്ണു നമ്മളൊപ്പമുണ്ട്. നിങ്ങൾക്ക് സംശയമുള്ള ചോദ്യങ്ങളൊക്കെ വിഷ്ണു ചോദിക്കും. നമസ്കാരം സർ. നമസ്കാരം. ആദ്യത്തെ ചോദ്യം, ITC ഹോട്ടൽ ബൾക്ക് ഡീലിൽ ഇക്യൂജീസ് അവരുടെ ഷെയർസിന് സെയിൽ ചെയ്യുന്നു. TCയിൽ നിന്ന് ഒരു സാധനത്തിന് വിൽക്കുന്നു എന്നാൽ അവരിപ്പോ ആവശ്യമുള്ള ഈ ഗ്രോസറി വാങ്ങുന്നു, വിൽക്കുന്നു. വേറെ ഇതൊക്കെ വളരെ കോസ്റ്റ്ലി, കൺസിഡർ ചെയ്യേണ്ട എന്ന് പല പ്രാവശ്യം പറഞ്ഞു. അരയാൽ പിരിച്ച് തന്നതിരിക്കും, നിങ്ങൾ കൊടുക്കാതെ അയച്ചിരിക്കാം. കാര്യം 40% ഓഫ് ദി സ്റ്റോക്ക് ഇസ് ഓൺഡ് ബൈ ITC. നമ്മളെ ITCയിൽ കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി, ഇതിനെക്കുറിച്ച് ചിന്തിക്കാൻ. ചോദ്യം എന്തെന്ന് വെച്ചാൽ 40% ഓൺഡ് ബൈ ITC. അപ്പൊ അതിന് അവർ തരുന്നു എന്നാൽ ITCയുടെ മുകളിൽ തന്നെ ഒരു സംശയം വരുന്നല്ലേ? അത് നിങ്ങളെ ഇഷ്ടം. അങ്ങനെ സംശയിക്കുന്നില്ല സാർ. അവരിങ്ങനെ കാരണം ഇരിക്കുമോ എന്നാണ് സാർ ചോദിക്കുന്നു. അവർക്ക് കാശ് വേണം. അവർ ഓൾറെഡി ഇന്ത്യൻ ഗവൺമെന്റിന് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരുപാട് A2 കമ്പനി ഒരുപാട് സ്റ്റോക്ക് വാങ്ങിയിരിക്കുന്നു. ഇനിയും പബ്ലിക് സെക്ടർ ബാങ്ക് ഒക്കെ വാങ്ങി വെച്ചിരിക്കുന്നത്. എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു സ്ഥലത്തിൽ എടുക്കണമല്ലോ. എന്നിട്ട് ഈ സ്പ്ലിറ്റിൽ അവർക്ക് കിട്ടും, വാങ്ങി വയ്ക്കും. വാങ്ങി വെച്ചിരിക്കും. കന്യൂസ്റ്റ് 1 അവർക്ക് കൊടുത്തപ്പോ ഒരു പോർഷൻ കൊടുക്കുന്നു. അതെ, ഒരു പോർഷനെ കൊടുത്തുന്നു. വെച്ചിരിക്കുന്നു. അതിനനുസരിച്ച് അതെ. ഇനി ഒരു കാര്യം ജനറലാ ഓടിക്കൊണ്ടേയിരിക്കുന്നു. ട്രംപ് വന്നിട്ട് മാർക്കറ്റിനെ മാനിപ്പുലേറ്റ് ചെയ്യുന്നു എന്ന ഒരു കാര്യം. എക്സാമ്പിൾ, ക്രൂഡ് ഓയിൽ പ്രൈസ് വീഴും എന്ന് ഒരു $950 മില്യൺ കിട്ടിയിരിക്കുന്നു. ഈ സീസ്ഫയറിന് മുമ്പ് കാര്യം വന്നിരിക്കുന്നു. SEC US-ൽ ആക്ഷൻ എടുക്കുമാ? ഇവിടെ എടുക്കുമാ? കുറച്ച് എന്തെങ്കിലും ആക്ഷൻ എവിടെയെങ്കിലും എടുക്കുമാ? ട്രംപ് കാരണം ഇത് നടപടിക്കൊന്നും എടുക്കൂല, ഒരു ആക്ഷനും എടുക്കൂല. സർ, ഇത് ആരാ കാശ്? ആദ്യം ക്രൂഡിൽ 2 പ്രൈസസ് ഇരിക്കുന്നു. നോക്കുന്നത് ഫ്യൂച്ചേഴ്സ് പ്രൈസ് ആണ്. പ്രൈസ് മൂവ് ആയില്ല, $140 തന്നെ ഇരിക്കുന്നു. ദെൻ ഇപ്പോൾ സീസ് ഫെയർ ആൻഡ് മാർക്കറ്റിനെ നിങ്ങൾ കയറ്റിയിരിക്കുന്നു. ഫെയർ കാരണം ഫ്രൈഡേ 2 ഷിപ്പ് തന്നെ വിട്ടിരിക്കുന്നു. ഇതിൽ തന്നെ ഒരു ദിവസം 10 ഷിപ്പ് വന്നുകൊണ്ടിരുന്ന ഇടത്തിൽ ആഴ്ചയ്ക്ക് 2-3 തന്നെ വരുന്നു ഇന്ത്യക്ക്. കാരണം ഇന്ത്യയിൽ അക്യൂട്ടായിട്ട് ഒരു ഷോർട്ടേജ് ഉണ്ട്. സ്വന്തം ഇപ്പോൾ 1000 രൂപയ്ക്ക് മുകളിൽ തരത്തിലാണ് പറഞ്ഞിരിക്കുന്നത് പെട്രോൾ. ഇതിൻ്റെ പ്രൈസ് പോയി നോക്കുവാണെങ്കിൽ എത്ര വേണമെങ്കിൽ കൊടുക്കുന്നു. 125, 130 ആ റേഞ്ചിലാണ് ഇരിക്കുന്നു. ഇലക്ഷൻ തീർന്ന അന്ന് ഇവിടെ റേറ്റ് കയറണം. ഏറ്റവും സ്പോട്ട് റേറ്റ് 70 വരണം. 24 ദിവസം വന്ന് ഇവിടെ നിന്ന് പെട്രോൾ വിലയിനെ കയറ്റും. ഇലക്ഷൻ ആണ് ഹോൾഡ് അല്ലേ? അതെ, ഇലക്ഷൻ ആണ് ഹോൾഡ്. ഇപ്പൊ OPEC+ കൺട്രീസ് എന്ത് പറഞ്ഞിരിക്കുന്നു എന്നാൽ ഇട്ടാ ഹോമോസിനെ റീഓപ്പൺ ചെയ്യുവാണെങ്കിൽ ദിവസം 2 ലക്ഷം ബാരൽ എക്സ്ട്രാ ഞങ്ങൾ പമ്പ് ചെയ്യും എന്ന് പറയും. അതെ, ഹോമൂസ് ഓപ്പൺ ചെയ്യാതന്നല്ല, ഇടയ്ക്ക് മിൽക്കുന്ന സ്ഥിതിക്ക് ഹോമൂസിന് ഓപ്പൺ ചെയ്യുന്നത് പോലെ ഇല്ല. ഇന്ന ഒരു കാര്യം, ഇറാൻ അവർ ഇട്ടിരിക്കുന്ന നേവൽ മൈൻസ് എവിടെ പോയി എന്ന് അറിയാൻ പറ്റുന്നില്ല. ഇരുന്ന സ്ഥലത്തിൽ ഒന്നുമില്ല. ഇറാൻ തന്നെ തേടിക്കൊണ്ടിരിക്കുന്ന പോലെ ഒരു ന്യൂസ് വന്നിരിക്കുന്നു. മൊത്തത്തിൽ ആ ചോപ്പ് പോയിന്റ് എല്ലാം അവർ കൺട്രോളിലാണ് ഇരിക്കുന്നു. നമ്മളൊന്നും ചെയ്യാൻ പറ്റൂല. ഇപ്പോൾ ഇതിനെ നമ്മൾ ലിവറേജ് എടുത്തുകൊണ്ട് ഭയങ്കരമായിട്ട് ഡിമാൻഡ് വയ്ക്കുവാണെങ്കിൽ ഞങ്ങൾ അസൽട്ട് റിലീസ് ചെയ്യുന്നു പറഞ്ഞ്, അതായത് ഞങ്ങൾ ന്യൂക്ലിയർ ബോംബ് ചെയ്യാൻ പെർമിഷൻ ട്രംപിനെ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റൂലയോ അതൊക്കെ ആ കണ്ടീഷനിൽ ഇട്ടിട്ടുണ്ട്. ചെയ്യാൻ പറ്റും, അവർ ഗുണ്ടിടും പറയും. ആണ് പറയുന്നത്. ട്രംപ് വന്നിട്ട് ആക്ച്വൽ ആ 2 മില്യൺ അമേരിക്ക തന്നെ വാങ്ങണം പറഞ്ഞിരിക്കുന്നതായിട്ട് നമ്മൾ ചേർന്ന് ആ 2 മില്യൺ ഇത് ചെയ്യാമോ എന്ന് ചോദിച്ചതായിട്ടുമല്ലേ സാർ ഇരിക്കുന്നു? എല്ലാം ഒന്നുമില്ല, ഒരു കാശ് തരൂല്ല. ഇവർ ചേർന്ന് തന്നെ വാങ്ങും. എന്ത് ചോദിക്കുന്നതെന്നാൽ നിങ്ങൾ ഇട്ടുന്ന ഗുണ്ടിന് റിപ്പാട്രേഷനാണ് ചോദിക്കുന്നത്. കാരണം സീസ് ഫെയർ ടോക്സിൽ ഇതുവരെയ്ക്കും എന്തെങ്കിലും ഒരു വലിയ ഡിഫറൻസ് വരും എന്നതുപോലെ എനിക്ക് തോന്നുന്നില്ല. അല്ലെങ്കിൽ അവർ ടോക്കിന് സാധാരണ ഒരാളെ അയച്ചിരിക്കുന്നു. ഇവിടെ ഒരു വൈസ് പ്രസിഡന്റെ അയച്ചിരിക്കുന്നു. അവർ ഡിസ്റ്റൻസ് നോക്കുന്ന സമയം പാകിസ്ഥാൻ, അമേരിക്ക ആർ മോർ ഡിസ്പറേറ്റ് ഫോർ ടോക്സ് ദാൻ ഇറാൻ. നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് ഓപ്പൺ അറിയാൻ പറ്റുന്നു. JD വൺസ് ചെന്നിരിക്കുന്നു. അതെ, അവിടെ നിന്ന് വന്ന ആൾക്കാർ ആരെന്ന് ഇപ്പൊ അറിയുന്നില്ല. ടോക്കിന്റെ ശേഷം എന്താണ് നടക്കേണ്ട ചാൻസസ് ഇരിക്കുന്നു? മൺഡേ ഇത് ടോക്കിനനുസരിച്ചല്ലേ മാർക്കറ്റ് ഷോർട്ട് ടേം ആണ്. എന്താണ് പൊസിഷൻ അതിനനുസരിച്ച് തന്നെ മാർക്കറ്റ് മൂവ് ആകും. മാർക്കറ്റ് ഹിതാഷനാണ്. ഇപ്പൊ എല്ലാ പ്രോബ്ലം സോൾവ് ആണെന്ന് വിചാരിക്കുന്നു. റിയാലിറ്റി എന്തെന്ന് വെച്ചാൽ ഇന്ന് സംഗീത പോലത്തെ റെസ്റ്റോറന്റിൽ ചെല്ലുവാണെങ്കിൽ LPG സിലിണ്ടർ ഇല്ല എന്നതാണ് റിയാലിറ്റി. മന്ത് എൻഡ് വരയ്ക്കും മൻമോഹൻ സിംഗ് എടുത്തോണ്ടെന്ന റിസോഴ്സ് ഇരിക്കും. സ്ട്രാറ്റജിക് റിസോഴ്സ് ഏപ്രിൽ എൻഡ് വരയ്ക്കും ഇരിക്കും. ഏപ്രിൽ എൻഡിന്റെ ശേഷം ഈ സ്ട്രാറ്റജിക് ബിസിനസ് ഇരിക്കൂല. ഇത് ഇല്ലാതെ പോകുമ്പോഴാണ് യഥാർത്ഥ സിറ്റുവേഷൻ എന്തെന്ന് അറിയാൻ പറ്റുമല്ലേ? അതെ, 2 വഴിക്കും ഈ റിസോഴ്സ് ഇരിക്കും. ഈ കൊമേഴ്ഷ്യൽ സെന്ററിനെ മാത്രം തന്നെ നോക്കും. 2ന്റെ അകത്ത് ഇത് സോൾവ് ആയില്ലെങ്കിൽ 2 കാര്യം നടന്ന് വില കയറും. കാരണം റേഷനിങ്ങും വരേണ്ട ചാൻസ് ഇരിക്കുന്നു. അത് നമ്മളെ എക്കോണമിയെ അഫക്റ്റ് ചെയ്യും. പോവും. ഇതൊക്കെ മാർക്കറ്റിൽ കാണാൻ പറ്റും. ചെയ്തില്ല, പക്ഷെ ഇനി നടക്കേണ്ട ചാൻസസ് ഇരിക്കുന്നു. ഇന്ന് വന്നിട്ട് മ്യൂച്വൽ ഫണ്ട് വാങ്ങിയോണ്ടേ ഇരിക്കുന്നു. ഇറ്റ്സ് നോ ഓപ്റ്റിമിസീവ് ഫോർ റീസൺ ബൈ എക്സ്പോർട്ട് ഇന്ത്യയെ വിട്ട് വെളിയിൽ എവിടെയും പോകുന്നില്ല. ആവശ്യപ്പെടുന്നു, പ്രഷറിലിരിക്കുന്നു. നിങ്ങൾ എക്സ്റ്റേണൽ മാർക്കറ്റ് ഇരിക്കുന്നതിൽ ഇങ്ങനെ കട്ട് ചെയ്തിരിക്കുന്നു. ഇരുന്ന് മാർക്കറ്റ് 24 ചെല്ലുവാണെങ്കിൽ അതിന് എന്താണ് അർത്ഥം? മാർക്കറ്റ് ഡസ് നോട്ട് വാണ്ട് ടു സീഡ് യെറ്റ്. അപ്പോൾ എന്താവുമെന്ന് വെച്ചാൽ ഈവൻ ഇപ്പോൾ എല്ലാ പ്രോബ്ലം ശരിയായി 25 ചെല്ലുവാണെങ്കിൽ കൂടെ
അവർ വിൽക്കാൻ തുടങ്ങും. ഇതും തിരികെ കണ്ടിന്യൂ ആകും. അപ്പോൾ മാർക്കറ്റ് റിയാലിറ്റിയെ നോക്കുവാണെങ്കിൽ അതിന്റെ വേദന കൂടുതൽ റിയാലിറ്റി നോക്കുകയാണെങ്കിൽ അങ്ങനെ തന്നെ. പക്ഷേ സാങ്ഷൻ ഒക്കെ വന്നു റേറ്റ് ഒക്കെ കയറ്റുവാണെങ്കിൽ നന്നായിട്ട് മാർക്കറ്റ് റിയാലിറ്റിയാണ് നോക്കേണ്ടത് തന്നെ. മാത്രമല്ല ഓൾറെഡി ഇൻപുട്ട് ഗുഡ്സ് ഫോർ ദി മോസ്റ്റ് ഓഫ് ദി സർവീസസ് കയറി പേടിക്കുന്നു. എല്ലാ വേലയും 10% കയറും. അമേരിക്കയിൽ ഇന്നലെ ട്രാൻസ്പെറന്റ് റേറ്റ് 3.3 ഇൻഫ്ലേഷൻ എന്നിട്ടിരിക്കുന്നു. 3.3. അമേരിക്കയിൽ റേറ്റ് കയറ്റുമോ എന്ന ഒരു ചോദ്യം വരുന്നു. അവിടെ റേറ്റിനെ കയറ്റില്ല. അമേരിക്ക റേറ്റ് കയറ്റുവാണെങ്കിൽ ഇവിടെ നിന്ന് കാശ് വളരെ ഈസി ആയിട്ട് വെളിയിൽ ചെല്ലും. ടൈം എഫക്ട് തന്നെ അല്ലേ സർ? നോക്കിയപ്പോൾ ഈ പ്രോബ്ലം തീർന്നു. ഒരു ന്യൂസും കിട്ടിയില്ല. ഇത് തന്നെ ഞാൻ പറയുന്നത്, ഗോൾഡ് സ്ട്രോങ് ആയിരിക്കും. 100 രൂപ 200 രൂപ കുറയും, അല്ലെങ്കിൽ ഒരു 500 രൂപ കുറയും. നമ്മൾ വന്നിട്ട് 3000-4000 രൂപയ്ക്ക് കൺസിഡർ ചെയ്തു 12.5 നിൽക്കും. ഒന്ന് ഈ പ്രോബ്ലം ഒക്കെ ശരിയായെങ്കിൽ പിന്നെ റീബൗണ്ട് എടുക്കും. ഓക്കെ സർ, ബട്ട് അത് ഫ്ലോറിനെ ടച്ച് ചെയ്യുമോ സർ? ഒക്കെ പറയാൻ പറ്റൂല സർ. ഫ്ലോർ ടച്ച് ചെയ്ത് ഒരു 10,000 അതൊക്കെ ചാൻസേ ഇല്ല. പേർക്കും ബോർ അടിച്ച് സീസ് ഫയർ അടിക്ക് വന്നു. ആക്ച്വലാ വന്ന് ആനന്ദ് ശ്രീനിവാസൻ അവർ വന്നിട്ട് പറഞ്ഞിരിക്കുന്നു, ഒരു ഗ്രാം വന്നിട്ട് 10,000 ചെല്ലാൻ പോസിബിലിറ്റീസ് ഉണ്ട്. ഇത് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാമിലൊക്കെ വൈറലായിക്കൊണ്ടിരിക്കുന്നു, പറയും. ഞാൻ നീ തന്നെ ഇവിടെ ഇരിക്കുന്നു പോയിക്കൊണ്ടിരിക്കുന്നു. ഞാനൊന്നും പറഞ്ഞു എന്താ വെച്ചാൽ ആനന്ദ് ശ്രീനിവാസൻ പറഞ്ഞു എന്നാണ്. യുദ്ധം വന്നിട്ട് ആ യുദ്ധം ഏത് സ്റ്റേജിലാണ് ഇരിക്കുന്നു. ഒരു വശം അവർ തിരികെ അടിക്കുവാണെങ്കിൽ 12,500 വരാം. ഇത് രണ്ടുപേരും അടിവെക്കണം. ഇപ്പൊ ഗോൾഡ് 12,500 വരുവാണെങ്കിൽ ഓയിൽ സ്പോട്ട് 200 രൂപയ്ക്ക് ചെല്ലും. എല്ലാ രണ്ട് സൈഡും ക്ലിയർ ആയിരിക്കണം. എന്നിട്ട് വിപ്രോ ഒരു 8 മില്യൺ ഡീൽ വിൻ ചെയ്തിരിക്കുന്നു $2 മില്യൺ. എത്രയാണ് അത് പ്ലസ് ആയിരിക്കും എന്ന്? ഷോർട്ട് ടേമിൽ ഒന്നും നടക്കത്തില്ല. ഇപ്പൊ ഞാൻ കർണാടക ബാങ്കിന് പറഞ്ഞതുപോലെ നിങ്ങൾ 35 രൂപ വെച്ചുകൊണ്ട് 7 വർഷം ചുമ്മാ ഇരിക്കുവാണെങ്കിൽ നല്ല റിട്ടേൺസ് കിട്ടും. നിങ്ങൾ ഇവരുടെ ഓപ്പൺ ചെയ്ത് നോക്കുവാണെങ്കിൽ, അങ്ങനെ ഇരിക്കുവാണെങ്കിൽ വിപ്രോയുടെ അടുത്തേ പോവില്ല. 16 PE. അതും അല്ലാതെ ബൈബാക്ക് വരെ ഓപ്ഷൻ എടുക്കുന്നു. തന്നെ ചോദിക്കാവുന്നത്, ബൈബാക്ക് വേറെ അവർ ചെയ്യുന്നു. ബൈബാക്ക് എന്ന് പറഞ്ഞാൽ എന്തെന്നാൽ സ്റ്റോക്കിന് വന്ന് വാങ്ങി അതിനെ എക്സ്റ്റിങ്ക്വിഷ് ചെയ്യും. പ്രോഫിറ്റ് കയറിയില്ലെങ്കിലും EPS കയറും, P/E കയറും. PS കയറിയെങ്കിൽ P/E കയറും. ഓട്ടോമാറ്റിക്കായിട്ട് പ്രൈസ് കയറും. ഇത് കോസ്റ്റ്ലി ആകും. നമ്മളുടെ അടുത്ത് പറയുവാണെങ്കിൽ ഉടനെ പേ എടുക്കും. ഇത് നാളെ നടക്കുമോ എന്ന് ചോദിച്ചാൽ ഇതിന്റെ ഇമ്പാക്ട് വരാൻ 6-7 വർഷം എടുക്കും. സാർ പറയുന്നത് പോലെ ഈ കൊച്ചുങ്ങളുടെ പഠിപ്പിനൊക്കെ ITC കൺസിഡർ ചെയ്താൽ പറഞ്ഞില്ലേ, അതുപോലെ ഇത് ഫാമിലിമാരെ വിശ്വാസം വരുന്ന സ്റ്റഡിയാ ബിസിനസ് ചെയ്യുമെന്ന് വിശ്വാസമുണ്ടെങ്കിൽ റിസൾട്ട് വന്നിരിക്കുന്നത് സർ ഫണ്ടമെന്റൽ ആയിട്ട് ബിസിനസ് ഇൻക്രിമെന്റ് ആയിരിക്കുന്ന എന്നതല്ല, പീരെ എഫക്റ്റ് ആണ്. 48% ഓഫ് ഡോളർ, ഇത് 25% ആയിരിക്കുമല്ലേ. യൂറോ ആൻഡ് പൗണ്ട് ഇന്നും ഒരുപാട് വിളുന്നിരിക്കുന്നു. ഹെൽപ്പ് ചെയ്ത കാരണം ജോലി ആയിരിക്കുന്നു. സ്പൈറ്റ് ഓഫ് ദാറ്റ് ഈ ഡിവിഡൻഡ് 10% കുറഞ്ഞിരിക്കുന്നു. ഡിവിഡൻഡ് 2% കുറഞ്ഞിരിക്കുന്നു. അവർ വളരെ ഇറുക്കി പിടിക്കുന്ന അങ്ങനെയായിരിക്കുന്നു. ഡെഫിനറ്റ് അങ്ങനെ തന്നെ ഇരിക്കുന്നു. ഏപ്രിൽ 1 ഇരുന്ന് സാലറി ഹൈക്ക് വരെ കൊടുക്കുന്നു പറഞ്ഞിരിക്കുന്നു. ഇൻക്രിമെന്റ് ഇടുന്നതായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഇൻക്രിമെന്റ് കൊടുക്കുമെന്ന് അനുസരിച്ചല്ലേ ഇരിക്കുന്നു. ഓലിയിൽ ഇരുന്ന് ഒരു 12-15,000 പേരിന് എടുത്തു സർ. അതിലിരുന്ന് ഇൻക്രിമെന്റ് കൊടുക്കുന്ന ലെവലിലേക്ക് ചെന്നിരിക്കുന്നു. 60,000 പേരെയാണ് തൂക്കിയിട്ടുള്ളത്. റിട്ടയർ ആയി പോകുന്നവർക്ക് റീപ്ലേസ്മെന്റ് ആരുമില്ല. ഇൻക്രിമെന്റ് ഇൻഫ്ലേഷൻ 8% ഇരിക്കുന്നു. അഡ്ജസ്റ്റ് ഫോർ ഇൻഫ്ലേഷൻ 8% ഇടുന്നെന്ന് തോന്നുന്നു. നിങ്ങൾ പറയുന്ന പോയിന്റ് മനസ്സിലാവുന്നു. ചോദ്യം എന്തെന്ന് വെച്ചാൽ, ഇരുന്ന് എടുക്കുന്ന സ്ഥലത്തിലിരുന്ന് കൊടുക്കുന്ന ലെവലിൽ എത്തിയിരിക്കുന്നല്ലേ. ഇംപ്ലിമെന്റ് ഇട്ട് തന്നെ ആവണം എല്ലാവർക്കും. ടാലന്റിനെ റീറ്റേൺ ചെയ്യണമല്ലോ. സോ വിൽ ബി സം ഇൻക്രിമെന്റ്. ഇങ്ങനെ തന്നെ മനസ്സിലാക്കണം അല്ലേ. ഇനി തൊട്ട് IT ഒന്ന് ഒരു 15-16% തന്നെ ഗ്രോ ആകും എന്ന് പറയുന്നത്. ഒരു ഡോളർ ഡിപ്രീസിയേഷൻ ബെക്കാണ്. 6% ഇരിക്കും. അതിന് നമ്മളെ ഗോൾഡ് വാങ്ങിയാൽ മതിയാ സർ. 15 PE ഇരുന്ന് 25 PE അകത്ത് ചെല്ലും. 15 കൺസിഡർ ചെയ്യാം. 25 ചെല്ലൂല. 17 സർ. സാർ 10 വന്നാൽ കൺസിഡർ ചെയ്യാന്ന് പറഞ്ഞല്ലേ. ഇന്ന് വന്നാലും ചെയ്യാം. 15 ചെയ്യാൻ തുടങ്ങാം എന്ന് വെച്ചാൽ സാർ ചില സ്റ്റോക്കിലൊക്കെ സാർ 13 അകത്ത് പറയും. ഇത് താഴെ വരുവാണെങ്കിൽ ഞങ്ങൾ പറയുവാണെങ്കിൽ സാർ പറയും, അത് 15 താഴെ പോട്ടെ. ഇവിടെ നിന്ന് മാക്സിമം 25 ചെല്ലും. സോ EPS +8 അത് ഓരോ പീരിയഡ് ഓഫ് ടൈമിൽ നമുക്ക് നോക്കണം. അടുത്തത് സ്വർണത്തിനെ കുറിച്ചൊരു ഇമ്പോർട്ടന്റ് ചോദ്യമാണ്. ഗോൾഡ് എക്സ്പോർട്ടിനെ ബാൻ ചെയ്തിരിക്കുന്നു. ഇങ്ങനെ ഒരു പ്രശ്നത്തെ ക്രിയേറ്റ് ചെയ്യും എന്ന് സാർ വിചാരിക്കുന്നു? ഗോൾഡിനെ കുറിച്ച് സംസാരിക്കാം. ഫൈൻ സർ. താങ്ക് യു സർ. ഇന്നുള്ള ചോദ്യങ്ങളൊക്കെ ഇതാണ്. സെൻസ് വേറെ IPO കൊണ്ടുവരുന്ന പോലെ ഇരിക്കുന്നു. അതൊക്കെ നാളെ നോക്കാം. സർ എല്ലാവർക്കും നമസ്കാരം. കൊച്ചുങ്ങളുടെ ഫിനാൻഷ്യൽ ലിറ്ററസി ബുക്ക് മണി ഫോർ നത്തിങ് എന്ന ഒരു 2ാമത് പാർട്ട്, ചെക്ക് എങ്ങനെയാണ് ഫില്ല് ചെയ്യണം, ഈ ഡെപ്പോസിറ്റ് ബില്ലൊക്കെ എങ്ങനെയാണ് ഫില്ല് ചെയ്യണം, ആശയം എങ്ങനെയാണ് എവോൾവ് ആയി വന്നു, ബാർട്ടറിൽ ഇരുന്ന് ഡിമോണിറ്ററൈസേഷൻ വരെയുള്ള കാര്യങ്ങളൊക്കെ കവർ ചെയ്തിട്ടുണ്ട്. ഇത് 10 മുതൽ 12 വയസ്സ് വരെയുള്ള കൊച്ചുങ്ങൾക്ക് ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടിരിക്കും. ഈ ബുക്കിന് ഇപ്പോൾ ഒരു സ്പെഷ്യൽ പ്രൈസിൽ 450 രൂപയ്ക്ക് കൊടുക്കുന്നു. നിങ്ങൾ ഇതിന് യൂസ് ചെയ്യാം. honeypage.com വെബ്സൈറ്റിനെ സബ്സ്ക്രൈബ് ചെയ്യാം. ഒരാഴ്ചയ്ക്ക് 4 പ്രീമിയം ആർട്ടിക്കിളും
ഈ ആർട്ടിക്കിൾസ് ഒരു 10-15 ഇടുന്നു. ഇത് സബ്സ്ക്രിപ്ഷൻ മൂലം നിങ്ങൾ ഇതിനെ ഉപയോഗിക്കാം. ഒരു മാസത്തിന് വെറും 99 രൂപ മാത്രമാണ്. അപ്പോൾ ഞാൻ പറയുന്ന കോൺസെപ്റ്റ്സിനൊക്കെ വളരെ എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിക്കാണ് ഇതിൽ ഇടുന്നത്. ഇത് നിങ്ങൾ വായിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് പ്രയോജനമുണ്ടാകും. നന്ദി, നമസ്കാരം. അപ്പോൾ ചിമയ്ക്ക് വേണ്ടി ഒരു പുസ്തകം ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വളരെ സക്സസ്ഫുൾ ആയിട്ടും പോയി. ആർക്കെങ്കിലും ആ പുസ്തകം ആവശ്യമുണ്ടെങ്കിൽ ഈ ടീമിനെ എനിക്ക് കോൺടാക്ട് ചെയ്യാം. താഴെ ഇരിക്കുന്ന നമ്പർ എന്നെ വിളിച്ചാൽ മതി. അല്ലെങ്കിൽ വെബ്സൈറ്റിൽ കോൺടാക്ട് ചെയ്യാം. ഇത് മൂലം ആ പുസ്തകം നിങ്ങൾക്ക് വാങ്ങാം. മറ്റ് പുസ്തകങ്ങളും അവൈലബിൾ ആണ്. അതുപോലെ തന്നെ വാട്സപ്പ് മൂലം നിങ്ങൾക്ക് വാങ്ങാം. അല്ലെങ്കിൽ വെബ്സൈറ്റ് ഉപയോഗിച്ചും നിങ്ങൾക്ക് വാങ്ങാം. നന്ദി, നമസ്കാരം. എന്തെങ്കിലും നിങ്ങൾക്ക് സംശയമുണ്ട്, എന്നെ കോൺടാക്ട് ചെയ്യണമെന്ന് നിങ്ങൾ വിചാരിക്കുവാണെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന മെയിൽ ഐഡിക്ക് നിങ്ങൾ മെയിൽ അയക്കാം. ഞങ്ങളുടെ ടീം നിങ്ങളൊപ്പം കോൺടാക്ട് ചെയ്യും. താങ്ക് യു.